പ്രവേശിച്ചു. വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാപ്രവചന പുസ്തകം തനിക്ക് നൽകപ്പെട്ടു. യേശുക്രിസ്തു പുസ്തകം വിടർത്തി, കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, അത് നിമിത്തമായി ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയം തകർന്നവരെ സൗഖ്യമാക്കുവാനും, ബന്ധിതർക്ക് വിടുതലും കുടന്മാർക്ക് കാഴ്ചയും അറിയിപ്പാനും, തകർന്നവരെ മോചനത്താൽ വിട്ടയപ്പാനും, കർത്താവിന് പ്രസാദ വർഷം പ്രസംഗിപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്ന ഭാഗം കണ്ടെത്തി ആയുധം വായിച്ചു. താൻ പുസ്തകത്തിലുള്ള തന്റെ ശുശ്രൂഷക്കാരനെ ഏൽപ്പിച്ചിട്ട് പോയിരുന്നു. സംഘത്തിലുണ്ടായിരുന്ന എല്ലാവരുടെയും നയനങ്ങൾ തന്നെ സൂക്ഷിച്ചുകൊണ്ടിരുന്നു. ഇന്നേ ദിവസം ഈ തിരുവചനം നിങ്ങളുടെ കാലുകളിൽ നിവൃത്തിയായിരിക്കുന്നു എന്ന് താൻ അവരോട് പ്രാരംഭമായി പറഞ്ഞു. എല്ലാവരും തന്നെ പറ്റി സാക്ഷ്യം വഹിച്ചു. തന്റെ വായിൽ നിന്ന് പുറപ്പെട്ടുകൊണ്ടിരുന്ന വചനങ്ങളിൽ വിസ്മയിച്ച് ഇവൻ യൗസേപ്പിന്റെ പുത്രനല്ലയോ എന്ന് പറഞ്ഞു. യേശുക്രിസ്തു അവരോട്, വൈദ്യാ, നിന്നെ തന്നെ സൗഖ്യമാക്കുക എന്ന് ചൊല്ലും. നീ കർമ്മഭൂമിയിൽ പ്രവർത്തിച്ചതായി ഞങ്ങൾ കേട്ടതെല്ലാം ഇവിടെ നിന്റെ പട്ടണത്തിലും ചെയ്യുക എന്നും പക്ഷേ നിങ്ങൾ എന്നോട് പറയുമായിരിക്കും എന്ന് പറഞ്ഞു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, തന്റെ പട്ടണത്തിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ധനപട്ടണത്തിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു പ്രവാചകനില്ല. സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു, എലിയാ പ്രവാചകന്റെ നാളുകൾ 3 വർഷവും 6 മാസവും ആകാശം അടയ്ക്കപ്പെട്ടിരിക്കുകയും ഭൂതലമൊക്കെയും വലിയ ക്ഷാമം ഉണ്ടാവുകയും ചെയ്തപ്പോൾ പല വിധവകൾ ഇസ്രായേൽ ഉണ്ടായിരുന്നു. എന്നാൽ സൈദോനിലെ വിധേയയായ സ്ത്രീയുടെ അടുക്കലേക്കല്ലാതെ അവരിൽ മറ്റാരുടെയും അടുക്കലേക്ക് എലിയ അയക്കപ്പെട്ടില്ല. എലീശാ പ്രവാചകന്റെ കാലത്ത് പലരും കുഷ്ഠരോഗി